ഞാൻ എൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണറാക്കിയിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ തന്നെയാ. തൽക്കാലം വന്നെനിക്ക് അതറിഞ്ഞാ പോരെ? പോരാ. ആരാണ് എന്താണെന്ന് എനിക്കറിയണം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. അത് മറ്റാരുമല്ല, വിക്രമാണ്. ജഗനന്ത തമാശ പറയണോ? തമാശയല്ല, സത്യം. ജന്മം നൽകിയ അച്ഛൻ വരെ എന്നെ തള്ളി പറഞ്ഞപ്പോ വിക്രം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. റോഡരികിൽ കുത്തേറ്റ് കിടന്നപ്പോഴും എന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പറഞ്ഞ വിക്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജഗ, ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട. വന്ദനെ, ഈ വീട്ടിലെ മുഴുവൻ ചെലവുകളും നോക്കേണ്ട ബാധ്യത ഇപ്പൊ എനിക്കാ. ഒരു ജോലിയും കൂലിയില്ലാതെ ഞാനത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? എന്ത് കാര്യവും നല്ലതുപോലെ ആലോചിച്ച് വേണം ചെയ്യാൻ. ആകെ വഴിമുട്ടി നിന്ന സമയത്താണ് ഇങ്ങനെയൊരു ഓഫർ വന്നത്. ജഗ, അയാൾ ഒന്നന്തര ക്രിമിനലാണ്. വർഷയെ കാണാതായതിന്റെ പിന്നിലും ഇയാൾ തന്നെയാണ്. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വന്ദന പറഞ്ഞതുപോലെ വർഷയെ അപകടപ്പെടുത്തിയത് അയാളായിരുന്നുവെങ്കിൽ വർഷയെ തിരക്കി അയാൾ ഇങ്ങനെയൊരു ഭ്രാന്തനെ പോലെ അലയുമായിരുന്നോ? ജഗ, നമുക്ക് അയാളുമായിട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ട. ജഗ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ശരി, ഞാൻ അതിന് സമ്മതിക്കാം. അയാളുമായിട്ടുള്ള എല്ലാ ഡീലിങ്സും ഞാൻ ഒഴിവാക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു വരുമാനം കൃത്യമായിട്ട് വരണം. നിനക്കൊരു വരുമാനം വരട്ടെ. ഞാൻ അയാളുമായിട്ടുള്ള എല്ലാ ബിസിനസ്സും അവസാനിപ്പിക്കാം. വന്ദനെ, എനിക്കും നിനക്കും എത്ര നാൾ വേണമെങ്കിലും പട്ടിണി കിടക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ദീമോളെ പട്ടിണിക്കിടാൻ ഞാൻ തയ്യാറില്ല. ജഗ, ഞാനൊന്ന് കുളിക്കട്ടെ, നല്ല ക്ഷീണം. എന്റെ അനുജിത്തിയെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നിന്റെ അവിശുദ്ധ ബന്ധങ്ങളും പണക്കൊടുപ്പും നിന്നെ എല്ലാ കാലത്തും സംരക്ഷിച്ചു പോരുന്നുള്ള നിന്റെ അഹങ്കാര ചിരിയല്ലേ നിന്റെ ഈ മുഖത്ത്? അത് കറുക്കുന്ന നാളുകൾ അടുത്തു. ഇനി നിന്റെ ചുവടുകളും പിഴയ്ക്കും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കാണ് വിക്രം. ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ വെറുതെ പ്രകോപിപ്പിച്ച എന്നിലെ മൃഗത്തെ പുറത്തു കൊണ്ടുവരരുത്. മാനത്തെ കൊട്ടാരം